നമ്മൾ ഈ ഭൂമിയിൽ എത്രത്തോളം ജീവിച്ചു എന്നതിനേക്കാൾ എങ്ങനെ ജീവിച്ചു എന്നൊരു കണ്ടന്റായി നമ്മളുടെ ജീവിതത്തിനെ മാറ്റാം. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മയും നമ്മൾ ചെയ്യുന്ന മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹവും മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ വിട്ടിട്ട് പോകുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സ്നേഹിക്കാൻ അറിയാത്തവൻ, കാരുണ്യം കാണിക്കാൻ അറിയാത്തവൻ, ത്യാഗം സഹിക്കാൻ അറിയാത്തവൻ, കഷ്ടത ഏറ്റെടുക്കുവാൻ അറിയാത്തവൻ, ദുഃഖങ്ങളെ തരണം ചെയ്യാൻ അറിയാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം നമ്മുടെ ദൈവമായ കർത്താവ് ഇതെല്ലാമാണ്. നമ്മുടെ ദൈവമായ കർത്താവ് ഇതെല്ലാമാണ്. ക്രൂശിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന ഓരോ തുള്ളി ചോരയും നമുക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ചിന്ത ഈ ദിവസം നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഇവിടെ പെലിക്കൻ പക്ഷിയെ ഒന്ന് ഓർക്കുകയാണ്. പെലിക്കൻ പക്ഷിയുടെ ഒരു സവിശേഷത, വരൾച്ചയുടെ സമയങ്ങളിൽ കൂട്ടിനുള്ളിൽ കഴിയുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരമില്ലാതെ വിഷമിക്കുന്ന സമയത്ത്, ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത സമയത്ത്, അത്രത്തോളം വരൾച്ചയുള്ള സമയത്ത് തൻ്റെ നെഞ്ചിലേക്ക് കുക്കുകൾ കുത്തിയിറക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന, അവിടെ നിന്ന് ഇറ്റിച്ചു വീഴുന്ന ഓരോ തുള്ളി ചോരയും അതിൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ആ പെലിക്കൻ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്തുന്നു. ഇതുപോലെയല്ലേ നമ്മളുടെ കർത്താവും അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ നിന്ന് വീണ ഓരോ ഇറ്റിറ്റു വീണ തുള്ളികളും ഓരോ ചോര തുള്ളികളും നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അല്ലേ എന്നുള്ളൊരു ചിന്ത നമ്മൾ ഈ ദിവസം എടുക്കേണ്ടതുണ്ട്.